മുഖ്യമന്ത്രിക്കായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 9ാം ദിനം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തോൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നുവന്ന ഡൽഹി റിപ്പോർട്ട്. പ്രഖ്യാപനം ഇന്ന് തന്നെ വരുമെന്നാണ് സൂചന. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി ഇന്നലെ കേട്ടിരുന്നു. അവസാന നിമിഷവും വലിയ പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിച്ച 3 നേതാക്കളും അവരുടെ അനുയായികളും. ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഷബീർ റാവുത്തറും നമുക്കൊപ്പം ചേരുകയാണ്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ നിരീക്ഷകൻ V ദിലീപ് കുമാറും ഉണ്ട്. വിനീതയിലേക്ക് ആദ്യം. വിനീത, മാരത്തൺ ചർച്ച നടന്നു. വഞ്ചി തിരുനക്കര തന്നെയാണോ ഇപ്പോഴും? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എസ്കേൻ, ഇന്നെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ അന്തിമഘട്ട ചർച്ചകൾക്കായി ബംഗളൂരിലായിരുന്ന മല്ലികാർജ്ജുൻ ഖർഗെ ചാർട്ടേഡ് വിമാനത്തിലാണ് അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ ഈ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ആ സമയം നീണ്ടുപോയതിനാൽ ഇന്നലെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്തിമഘട്ട ചർച്ചകൾ ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആ ചർച്ചകളിൽ ഒരു തീരുമാനമായാൽ ഇന്ന് വൈകാതെ പ്രഖ്യാപനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന സൂചന. ഒപ്പം ഇന്നലെ കേരളത്തിൽ നിന്നെത്തിയ നേതാക്കളുണ്ടായിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ, ഇവരുടെ ഒക്കെ തന്നെ അഭിപ്രായം രാഹുൽ ഗാന്ധി കേട്ടു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടക്കമുണ്ടായ വലിയ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആസൂത്രിതമായി നടന്ന പ്രതിഷേധങ്ങളെന്നാണ് കേരളത്തിൽ നിന്നെത്തിയ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ ആ പ്രതിഷേധങ്ങൾ അവസാനിച്ചു, അതൊരു ജനകീയ പ്രതിഷേധമല്ല, ആസൂത്രിതമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും അവർ അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇന്നലെ VM സുധീരൻ രാത്രിയാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന് ഏതാണ്ട് അരമണിക്കൂറോളം കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിട്ടുണ്ട്. ജനവികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു എന്ന് അദ്ദേഹവും പ്രതികരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇനി അവസാനഘട്ട ചർച്ച അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലാണ് നടക്കേണ്ടത്. അതിനുശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ ഒരു അഭിപ്രായം കൂടി ഈ ഘട്ടത്തിൽ തേടും. ആവശ്യമെങ്കിൽ ഘടകകക്ഷികളുമായി ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. ഏതാണെങ്കിലും ഇന്നെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.